അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട NREs അല്ലെങ്കിൽ നമുക്കറിയുന്ന പെട്ടെന്ന് അറിയുന്ന ആക്ടേഴ്സൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിക്കുകയാണ്. പണ്ടൊക്കെ അറ്റാക്ക് എന്നുള്ളത് കുറച്ച് ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് കേൾക്കാറുള്ളത്. പക്ഷേ ഇന്ന് അഡൽട്ടിന് കോമൺ ആയിക്കൊണ്ട് യുവാക്കൾക്കിടയിൽ വളരെ വ്യാപകമായിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രവാസികൾക്കാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ പഠനം നടന്ന സമയത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പറഞ്ഞിരുന്നത് ഉറക്കക്കുറവും അതുപോലെ തന്നെ ടെൻഷൻ്റെതായിരുന്നു. സ്ട്രെസ്സാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. ചിലക്കാരെ പേഷ്യൻസൊക്കെ പറയും, ഡോക്ടർ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ അറ്റാക്ക് വന്നു, അപ്പോൾ ഇതുവരെ ഞാൻ എല്ലാം ഇയർലിയും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെഡിക്കൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ എന്നിട്ടും എനിക്ക് അറ്റാക്ക് വന്നു. അപ്പോൾ അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ്, കൃത്യമായിട്ട് ഉറക്കം ഉണ്ടാകാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ എങ്ങനെയാണ് സ്ട്രെസ്സ് നമ്മളെ ബോഡിയിലെ ഈ പറഞ്ഞ അറ്റാക്കിന് നയിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം സ്ട്രെസ് ഓവർകം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായിട്ട് നമുക്കിന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുണൈൻ ഹോസ്പിറ്റൽ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ വരുന്നത് സ്ട്രെസ്സാണ്. നമുക്കൊക്കെ ചോദിക്കാം, എന്താ സ്ട്രെസ്സിന് എന്താ ഇത്രമാത്രം പ്രശ്നം നീക്കും? നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക, അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ മൂഡ് മാറുകയാണ്. നമ്മൾ ഫോണിൽ ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിൽ വ്യത്യസ്ത മോഡുകളുണ്ട്. ചില ഫ്ലൈറ്റ് മോഡുണ്ട്, സൈലൻറ്റ് മോഡുണ്ട്, ഡിസ്റ്റർബ് ഓൺ മോഡ്, അങ്ങനെ വ്യത്യസ്തമായ മൂഡുകളുണ്ട്. അപ്പോൾ ഈ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്ന സമയത്ത് ശരീരം രാത്രി സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ഉറക്കം ഡിസ്റ്റർബ് ആകുമ്പോഴാണ് ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുന്നത്. സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവുന്ന സമയത്ത് ബോഡി ഒരു ഫ്ലൈറ്റ് മൂഡിലേക്ക് മാറുകയാണ്. അതായത് ശരീരം ഒരു യുദ്ധക്കണക്കെ മാറുകയാണ്. അത് ആരും പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് മൈക്രോ ഓർഗാനിസം കയറുന്നുണ്ട്. അപ്പം അതിനെ പ്രതിരോധിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ മൊത്തം സിസ്റ്റത്തെയും മാറ്റുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സമരമോ കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് പോലീസ് ആരെയും കടത്തി വിടാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അത്യാവശ്യക്കാർക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം എന്താണ്, അത് ബ്ലോക്ക് ചെയ്യാണ്. കാരണം ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ റീഡയറക്റ്റ് ചെയ്യും, അല്ലെ വേറെ വ്യത്യസ്ത വഴികളിലൂടെ പോകാൻ വേണ്ടി നിർദ്ദേശിക്കും. പക്ഷേ ഇത് സ്ഥിരമായിക്കൊണ്ട് ഈ ബുദ്ധിമുട്ട് വരികയാണെങ്കിലോ നമുക്ക് വളരെ തൊട്ടടുത്ത 1 കിലോമീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലം നമ്മൾ 10, 15, 20 കിലോമീറ്റർ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നാളെ പോവാം, അല്ല അത്യാവശ്യം ഇല്ലാതെ നമ്മൾ മാറ്റി വെക്കും. ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഇല്ലാത്ത അവസ്ഥ ബോഡിക്ക് വരും. ഈ അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും, പതിയെ പതിയെ ബ്ലഡ് വെസൽസ്, മെയിൻ ആർട്ടറീസൊക്കെ നന്നായിട്ട് ഡയലേഷൻ സംഭവിക്കാതെ വരും. അതായത് നന്നായിട്ട് നോർമലി ഡയലേഷൻ സംഭവിക്കുമ്പോഴാണ് എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ വരിക. ഈ സ്ട്രെസ് ഹോർമോൺ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അഡ്രിനാലിൻ വരും. അതായത് നമുക്ക് ദേഷ്യം ഉണ്ടാവുന്ന എമർജൻസി സിറ്റുവേഷനിൽ ബോഡിയിൽ റിലീസ് ആവുന്ന അഡ്രിനാലിൻ ഹോർമോൺ റിലീസ് ചെയ്യും. അതോടുകൂടി ഞരമ്പുകൾ ടൈറ്റ് ആവുകയും പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. ബോഡിയിൽ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഹൈ ആവും, കൊളസ്ട്രോൾ ലെവൽ ഹൈ ആവും. അപ്പോൾ തുടർച്ചയായി കൊണ്ട് ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കും. എല്ലാ സംവിധാനങ്ങളും വളരെ ഹൈ ആയിട്ട് മാറും. തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ബേസ്ഡ് ആണെങ്കിൽ ബോഡിക്ക് കുഴപ്പമില്ല. തുടർച്ചയായിക്കൊണ്ട് എല്ലാ ദിവസവും രാത്രി ഇതുപോലെ ഹൈ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഹാർട്ടിന് ഓവറായിട്ട് ബുദ്ധിമുട്ട് വരും. പതിയെ പതിയെ ഹാർട്ടിന് കംപ്ലയിൻസ് വരും. ഹാർട്ട് ബ്ലഡ് വെസൽസിന് എന്ത് ചെയ്യും, ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഇൻക്രീസ് ആവും. ആ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവാൻ തുടങ്ങും. ഇത് പതിയെ പതിയെ, ഇത് ഒറ്റയടിക്കല്ല സംഭവിക്കുന്നത്. 10 വർഷത്തോളം എടുത്തിട്ടാണ് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അറിയാതെ എന്ത് ചെയ്യും, പതിയെ പതിയെ ഹാർട്ട് അറ്റാക്കിലേക്ക് മാറി. ഇനി നമുക്ക് ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പറഞ്ഞ സ്ട്രെസ്സാണ്. പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. പക്ഷേ നാട്ടിലുള്ള യുവാക്കൾക്കും സ്ട്രെസ്സിന് കുറവൊന്നുമില്ല. കാരണം ഇന്ന് പണ്ടത്തെ മാതിരിയുള്ള ഫ്രണ്ട് സർക്കിളില്ല. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കൂടെ സംസാരിക്കാൻ ഒരുപാട് 1000 ലക്ഷക്കണക്കിന് ഫ്രണ്ട്സാണ് ഇന്ന് ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയ ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ട്സ് പോലും സ്വന്തം പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പറയാനുള്ള നമ്മളൊരു ഒരു ചങ്ങാതിയോട് തുറന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആളോട് തുറന്നു ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. കാരണം എന്താണ്, എല്ലാവരും ഇന്ന് പരസ്പരം അങ്ങോട്ട് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമുള്ള റിലേഷൻ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഒരാളുടെ പ്രയാസങ്ങൾ നമുക്ക് തുറന്ന് പറയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പറയുന്നതോടുകൂടി എന്താണ്, അതിന് സൊല്യൂഷൻസ് കിട്ടും, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കേണ്ടതാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, ആ ഒരു പ്രശ്നം സോൾവ് ആവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇതിങ്ങനെ അതിൻ്റെ മേലെ ഒന്നായിട്ട് ഡസ്റ്റിൻ പോലെ അല്ലെങ്കിൽ പ്രഷർ കുക്കർ പോലെ ഹൈ പ്രഷറിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഏത് നിമിഷത്തിലാണ് സ്ട്രെസ് കുറയുക അല്ലെ ഇപ്പോൾ ഹൈ ലെവലിലാവാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പുറമേ കാണുന്ന ഒരാൾ കാം ആൻഡ് ക്വയറ്റായിട്ട് നടക്കുന്ന അല്ലെ എല്ലാവിധ സൗകര്യം ഉണ്ട് എന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്കായിരിക്കും സംഭവിക്കുക. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇന്ന പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് അറിയുക പോലും ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിലിപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് പറയണത് നമ്മുടെ ആ ഫ്രണ്ട് സർക്കിൾ കുറച്ച് നന്നായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. ദിവസവും കൃത്യമായ സമയത്ത് ഉറങ്ങുക. രാത്രി യാതൊരു കാരണവശാലും ഉറക്കം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. യുവാക്കൾക്ക് കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഒരു 30-35 വയസ്സിന് ശേഷമുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം തെറ്റുമ്പോൾ രാത്രിയാണ് ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുകയും അത് നിങ്ങളുടെ ടോട്ടൽ എല്ലാ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുകയും കൊളസ്ട്രോൾ കൂടി അതുപോലെ ഹാർട്ട് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യും. ഒരു ദിവസമൊന്നും ഉറക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ട് അനാവശ്യമായിട്ട് യാത്രകൾ ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് അലക്ഷ്യമായിട്ട് പോകുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്ട്രെസ് വർദ്ധിക്കും. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും, നന്ന് ചുരുങ്ങിയതാണ് ഹാഫ് ആൻ അവർ, നിർബന്ധമായിട്ടൊരു 1 hour എങ്കിലും അല്ലെ നന്ന് ചുരുങ്ങിയത് ഹാഫ് ആൻ അവർ എങ്കിലും സൈക്ലിംഗ് അല്ലെങ്കിൽ ടോട്ടലി ബോഡി വാക്കിംഗ് പോലെയുള്ള അല്ലെങ്കിൽ വേർക്കുന്ന രൂപത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് കുറഞ്ഞു വരും. ഇത് യാതൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ ഹൈ കലോറി ഫുഡ് കഴിക്കുകയും ഈ പറഞ്ഞ രൂപത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? പതിയെ ആർട്ടറീസ് ഒക്കെ ബ്ലോക്ക് ആവും. അപ്പം നമ്മളത് ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ അല്ലെ 1 hour നടക്കുന്നുണ്ടാവുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യും. സ്ട്രെസ് കുറയാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഹെൽപ്പ് നമ്മുടെ ഗട്ടിന് വയറുമായിട്ട് വന്ന് ഗട്ട് മൂവ്മെന്റ്സ് കൂടാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും ബ്ലോട്ടിങ്ങും കാര്യങ്ങളും കുറയുകയും കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചെയ്യും. മൂന്നാമത് ഹെൽപ്പ് ചെയ്യുന്നത് ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം വാക്കിംഗ് ചെയ്യുന്നതോടുകൂടി എന്താവും? ബ്ലഡ് നല്ല പവറായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്യേണ്ടി വരും. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് ഹാർട്ട് ഹെൽത്തിന് വളരെ ബെനിഫിറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എന്ത് ചെയ്യും? ഹാർട്ടിന്റെ ബെനിഫിറ്റ് പോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും സഹായിക്കും. എല്ലാവർക്കും അറിയാം. പിന്നെ ബാക്കിയുള്ള കാര്യം എന്താണ്? ഈ ഗ്ലൂക്കോസ് കുറയും, ഡയബറ്റിക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് ഈ ഹാഫ് ആൻ അവർ അല്ലെ 1 hour നടത്തം കൊണ്ട് നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ നടത്തവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാതെ തന്നെ ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്കിന്റെ ബുദ്ധിമുട്ടുകളും അറിയാതെ വരുന്ന കൊളസ്ട്രോളിന്റെ ലെവൽ ഹൈയും നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സൈൻ ആൻഡ് സിംറ്റംസ് അല്ലെ ഹാർട്ട് അറ്റാക്ക് കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹാർട്ട് അറ്റാക്ക് കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന സിംറ്റം എന്താണ്? കൈകളിലേക്ക് ഇറങ്ങുന്ന വേദന. കൈകളിൽ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ താടിയലിലേക്കും അതിൻ്റെ വേദന ഇറങ്ങും. സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും. മറ്റു വേദനകളൊക്കെ ആകുമ്പോൾ ഗ്യാസിൻ്റെതും ഈ ഹാർട്ട് അറ്റാക്കാണ് നമ്മൾ പൊതുവേ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിന് പ്രയാസം ഉണ്ടാവുക. പെട്ടെന്നുള്ള വേദനയായിരിക്കും, പക്ഷെ അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഹൈ സ്ട്രോങ് ആയിരിക്കും. ഗ്യാസിൻ്റെ അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ കാരണങ്ങളൊന്നും ഇല്ലാതെ വേറെ ബുദ്ധിമുട്ടോ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൂടുതലായിട്ട് വേർക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം പിന്നെ മറ്റു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിന് ആ രൂപത്തിൽ വേർക്കാറില്ല. കൂടുതലായിട്ട് വേർക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ സിവിയർ ആയിട്ടുള്ള പെയിന്, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പൊതുവെ പറയാറുണ്ട്. ഹാർട്ടിലൊക്കെ ഒരു കല്ല് വെച്ച് ചെസ്റ്റിൽ നെഞ്ഞത്ത് കല്ല് വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അത്രയും ഒരു കൺജഷൻ ഫീൽ ചെയ്യും. അതൊരിക്കലും റിലീഫ് ആവില്ല. ഈ രൂപത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റൽ മെഡിക്കൽ സഹായം തേടേണ്ടതാണ്. ഇനി പ്രധാനമായിട്ട് നമുക്ക് ചെയ്യുന്നത് ജനറൽ ചെക്കപ്പ് എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ ഓരോ 6 months കൂടുമ്പോഴും അല്ലെ ഒരു 1 year കൂടുമ്പോൾ നിർബന്ധമായിട്ട്, കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 6 months കൂടുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കേണ്ടതാണ്. ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ട്രൈഗ്ലിസറൈഡിൻ്റെ എമൗണ്ട് എത്രയാണ്, അല്ലെ ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണ്, HDL എത്രയാണ്, LDL എത്രയാണ്, വളരെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ LDL എത്രയാണ്, അല്ലെ HDL LDL റേഷ്യോ എത്രയാണ്. അപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ കാൽക്കുലേഷനും എത്രയൊക്കെയാണ് ചേഞ്ചസ് വരുന്നുള്ള കൃത്യമായ മോണിറ്ററിങ് ചെയ്യാൻ പറ്റും. ഡയബറ്റിക് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 6 months കൂടുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ 1 മണിക്കൂർ നിങ്ങൾ ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളസ്ട്രോളോ ഹാർട്ട് അറ്റാക്കോ വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹാപ്പി ആയിട്ട് അല്ലെ സ്ട്രെസ് കുറച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറ്റും. ഇനി ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക്
പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയാണ് അതിൽ ഏറ്റവും എഫക്റ്റ്. നമ്മൾ സലാഡ്സിലും അല്ലെങ്കിൽ ഭക്ഷണത്തിലും കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ വാൾനട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മാതള നാരങ്ങ ഡെയിലി രാവിലെ പറ്റുകയാണെങ്കിൽ ഒരു ഹാഫോ അല്ലെ ഒന്നോ സാമ്പത്തികമായിട്ട് ഉള്ള വ്യക്തികളാണെങ്കിൽ ഒന്ന് ഡെയിലി കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ. കാരണം എന്തെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ വളരെ അതിൻ്റെ വാസോ ഡയലേഷൻ എന്നാണ് അത് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞത് വാസോ കൺസ്ട്രക്ഷൻ, അതായത് ബ്ലഡ് വെസൽ ചുരുങ്ങി ഈ പറഞ്ഞതിൻ്റെ അനാറിൻ്റെ ഫംഗ്ഷൻ വരുന്നത് എന്താണ്, ഡയലേഷൻ, അത് വികസിച്ച് വരും. അതായത് എല്ലാ ഭാഗങ്ങളിലേക്കും പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഉണ്ടാക്കുകയും പ്ലാഗിൻ്റെ ഫോർമേഷൻ തടയുകയും ചെയ്യും. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓട്സ്. നമ്മൾ രാത്രിയത്തെ റൈസിൻ്റെ ഐറ്റംസിന് പകരം നമുക്ക് റോൾഡ് ഓട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. കാരണം റോൾഡ് ഓട്സിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സോളിബിൾ ഫൈബേഴ്സ് കണ്ടന്റ് ഉണ്ട്. അതായത് ബീറ്റാ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന സോളിബിൾ ഫൈബർ പ്രത്യേകം ശ്രദ്ധിക്കണം. റോൾഡ് ഓട്സ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. കാരണം നമ്മുടെ പിന്നെ കടകളിലേക്ക് ഇന്ന് സുലഭമായിട്ട് കിട്ടുന്നത് ഈ ഫൈൻ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഓട്സ് ആണ്. അതെന്ത് ചെയ്യും, അത് സാധാരണ നമ്മുടെ ഈ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള അരിയും പിന്നെ തവിടുള്ള അരിയും പോലെ ഉണ്ടാവും. പോളിഷ് ചെയ്ത് വരുന്ന അരിയും തവിടുള്ള അരിയും പോലും. പോളിഷ് ചെയ്തത് എന്താണ്, പ്യുവർലി ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ സോളിബിൾ ഫൈബറിൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും എന്തിൽ, ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് വരുന്ന സാധാ പൗഡർ ടൈപ്പ് ഓട്സ് ഇല്ല. അപ്പോൾ അതൊരു കാരണവശാലും വാങ്ങരുത്. നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ് അനുസരിച്ച്, പക്ഷേ അത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 1-2 മിനിറ്റ് കൊണ്ട് എന്താവും ആ ഓട്സ് പ്രിപ്പയർ ചെയ്ത് തരും. നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ് അനുസരിച്ചാണ് വാങ്ങുന്നതെങ്കിൽ നിർബന്ധമായിട്ടും റോൾഡ് ഓട്സ് തന്നെ വാങ്ങണം. കാരണം എന്തുകൊണ്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ ബീറ്റാ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന സോളിബിൾ ഫൈബറിൻ്റെ കണ്ടന്റ് വളരെ ഹൈ ആണ്. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് ഈ പറഞ്ഞ സോളിബിൾ ഫൈബർ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ റോൾഡ് ഓട്സ് നമ്മളെ കൊളസ്ട്രോൾ ലെവൽ കുറക്കാൻ സഹായിക്കുന്നത്, അല്ലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ സഹായിക്കുന്ന 2 മെക്കാനിസത്തിലൂടെ, അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഗട്ടിൽ നിന്ന് നമ്മുടെ കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യുന്നതിന് ഓവറായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് ബൈലിനെ അബ്സോർബ് ചെയ്തിട്ട് അത് സ്റ്റൂളിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ബോഡിയിൽ ബൈലിൻ്റെ ഷോർട്ടേജ് വരും. അപ്പോൾ ലിവർ എന്ത് ചെയ്യും, ബൈൽ നിർമ്മിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കണ്ടന്റാണ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും. അപ്പോൾ ബോഡിയിൽ ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള അല്ലെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ബോഡി ലിവർ സ്വീകരിക്കുകയും അത് ബൈലാക്കി മാറ്റുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഓട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ഭക്ഷണ രീതിയിൽ ക്രമീകരിക്കുകയും ദിനചര്യ മാറ്റുകയും ചെയ്യും. കൃത്യമായ രൂപത്തിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി കാലങ്ങൾ നേരത്തെ ഉറങ്ങിയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു 10 മണിക്ക് തന്നെ ഉറങ്ങിയിട്ട് രാവിലെ തുടർച്ചയായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോണിൻ്റെ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ബാക്കിയുള്ള ബോഡി ഹാപ്പിനെസ്സിൻ്റെ, അതായത് എൻഡോർഫിൻ്റെ ഹാപ്പി ഹോർമോണിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും. ഈ രൂപത്തിൽ നിങ്ങൾ കേവലം മെഡിസിൻ എടുക്കുന്നതിന് പകരമായിക്കൊണ്ട് എന്താണ് അതിൻ്റെ റൂട്ട് ഓഫ് കോസ് എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെ അടിസ്ഥാന കാരണം. ചില ആൾക്കാരെന്ന് പറയാം ഡോക്ടറിൻ്റെ കൊളസ്ട്രോൾ പരിശോധിച്ചിട്ട് എത്ര മെഡിസിൻ കഴിച്ചിട്ട് മാറ്റമില്ല. പക്ഷെ എന്താണ് അത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം എത്ര കാലം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പററി റിലീഫ് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പം നമ്മുടെ കാരണം അറിഞ്ഞുകൊണ്ട് അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ രൂപത്തിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അതുപോലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മേൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കുക. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.